ഹലോ ഗായ്സ്, ഞാനാണ് സി. അപ്പം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ ആയിട്ട്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നെതറിൽ പോയി ചത്തു. അതിനുശേഷം എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അത് തന്നെ, എനിക്ക് അവിടെ പോയി റിവെഞ്ച് ചെയ്യണം. അപ്പോൾ എൻ്റെ ഈ ആർമറും ഇതെല്ലാം കണ്ടിട്ട് റിവെഞ്ച് ചെയ്യാനുള്ള മൂഡ് വരുന്നില്ല. അതുകൊണ്ട് ഞാൻ നേരെ പോയി നമ്മുടെ ബോർഡ് സന്യാസിയുടെ അടുത്ത് ഒരു എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ നെതറിൽ എങ്ങനെ ചത്തുന്നു. അപ്പോൾ സന്യാസി നമ്മുടെ അടുത്ത് രണ്ട് കാര്യമാണ് പറഞ്ഞത്. വെയിറ്റ് ചെയ്യൂ, എല്ലാ സമാധാനത്തിൽ കാര്യങ്ങൾ ചെയ്യൂ. അപ്പോൾ പതിയെ നമുക്ക് എല്ലാ സമാധാനത്തിൽ ചെയ്യുവാണ്. അപ്പം ഇപ്പം എല്ലാവരും പറയാവുന്നത്, എടാ നീ പണ്ടൊക്കെ ഡെയിലി വീടിട്ടോണ്ടിരുന്നവനല്ലടാ, ഇപ്പം എന്താ ഡെയിലി വീടിടാത്തത്? നമ്പർ 1 റീസൺ മടി. നമ്പർ 2 പുതിയ ആനിമ കാണാൻ തുടങ്ങി. പുതിയതല്ല, പഴയത്. മൈ ഹീറോ അക്കാഡമിയാണ് ഇപ്പം കാണാൻ തുടങ്ങുന്നത്. എനിക്കിഷ്ടപ്പെട്ട ആനിമി കൊള്ളാം, സംഭവം സീനാണ് കേസ്. എനിക്ക് ആനിമി വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അത് ഈ മുഴുകി കിടക്കുവാണ് ഞാൻ. മൂന്നാമത്തെയാണ് അവസാനമായിട്ടുള്ള കാരണം പഴംപൊരി സർവർ. അത് തന്നെ, സർവറിൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളുണ്ട്. അപ്പം അതിലാണ് ഇത്തിരി കൂടുതലും മുഴുകി കിടക്കുന്നത്. അപ്പം അതും ഇതെല്ലാം ചെയ്ത് നിൽക്കറിയില്ല. അപ്പം MC വീഡിയോ ഇടാൻ കഴിയില്ല. അപ്പം അതേപോലെ നമ്മൾ വീഡിയോ ഇടും. അതൊക്കെ വരും, നമ്മൾ ഡെയിലി വീഡിയോ ഇടും. അയ്യോ, അയണെടുക്കാതെ പോയാൽ എങ്ങനെ ശരിയോ? അയണെടുത്തിട്ട് വന്നിട്ടുക. ഞാൻ ഐഫാം AFK ഇന്നായിരുന്നു കുറച്ച് നേരം. കുറച്ച് അയൺ വേണമായിരുന്നു. ഇന്നാണ് എൻ്റെ ഫോൺ ലാഗ് അടിക്കുന്നേ. അതറിയൂല, മറ്റേ ഇത്ര ലാഗില്ല. കുറച്ച് കൂടുതൽ നേരമൊന്നുമില്ല, കുറച്ച് നേരം നിന്നോളൂ. ഇത് വിൽക്കുവാണെങ്കിൽ കിട്ടുന്ന എമറാൾഡ് ഇനി നമുക്ക് ഇത്തിരി ഫുഡും കാര്യങ്ങളും ആകാം. നമ്മൾ കിടന്ന് എന്തിനാണ് ഫുഡെന്ന് വില്ലേജ് എണ്ണ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ. അതുതന്നെ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഫാം എന്ന് പറയുന്നത് ട്രേഡിംഗ് ഹാൾ പാർട്ട് 3 ആണ്. ട്രേഡിംഗ് ഹാളിൻ്റെ മൂന്നാമത്തെ സംഭവം. ഇപ്പം കഴിഞ്ഞ 2 സംഭവത്തിൽ ഒരെണ്ണത്തിൽ നമ്മൾ അയൺ ട്രേഡ്, മറ്റേത് നമ്മുടെ ആർമർ ട്രേഡ്, അതിൻ്റെ ഫുഡ് ട്രേഡ്. മൂന്നാമത്തേൽ നമ്മുടെ ലേബറിയൻ ആൻഡ് മറ്റേ ഇവനൊക്കെ വിൽക്കത്തില്ല, എന്തോ പറയുന്നത്, എന്തോ അതിന് പറയുമല്ലോ, ബോയും വിൽക്കുന്ന ഒരുത്തൻ. ഇവന്മാർ 2 പേരാണ് അതിൻ്റെ അകത്ത് കാണാൻ പോകുന്നത്. അതിൻ്റെ ഒപ്പം സോഡ് വിൽക്കുന്ന ആളും കാണും. അല്ല, സോഡ് വിൽക്കുന്ന ആൾ നമ്മൾ സെറ്റാക്കി ചെയ്യുന്നത്. അപ്പോൾ സോഡ് വിൽക്കുന്ന ആൾ വേണ്ട. അപ്പോൾ എല്ലാം ഓക്കെയാണ്. അപ്പോൾ ആ ബോയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലോങ് റേഞ്ച് അറ്റാക്ക് ചെയ്യാൻ കഴിയും. നമ്മൾ റിവെഞ്ച് ചെയ്തിരിക്കും. അവിടെ പോയി അവന്മാർക്ക് തിരിച്ചടി കൊടുത്തിരിക്കും. എനിക്ക് റിവെഞ്ച് കൊടുക്കണം. അവന്മാരെ എനിക്ക് എൻ്റെ മനസ്സിപ്പോഴും പറഞ്ഞൊരു കാര്യം, അവിടെ TNT നശിപ്പിക്കണം. അവിടെ അത് പാടില്ല. TNT നശിപ്പിച്ചാൽ പിന്നെ വീണ്ടും ബ്ലേസിലൂടെ വല്ല കളക്ട് ചെയ്യാൻ വേണ്ടി അവിടെ ചെല്ലുമ്പം പൊട്ടി തകർന്നടക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നത്. അതൊക്കെ വേണ്ട. അത് ഒരുപാട് വയലൻസ് ആക്കും. നമ്മുടെ മോനസ്വാമി പറഞ്ഞ് അങ്ങനൊന്നും ചെയ്യേണ്ടെന്നാണ്. സന്യാസി അങ്ങനെയൊക്കെ ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നീയാണോ? നല്ല ലാഭമുണ്ടല്ലോ ഇവിടെ. ഇവന്താ ഇവൻ തന്നെ ഭാഗ്യമുണ്ട്. ഫോർച്യൂൺ 100 ഇത്ര നല്ല പിക്കാസ്. ഓക്കെ, ഇത് വാങ്ങാം. അപ്പോൾ ഫസ്റ്റ് കുറേ എമറാൾഡ് വേണം. തികയുവാടെ എമറാൾഡ്? ഇല്ല, 25 വേണോ? അതെന്ത് പരിപാടി? 25 കിട്ടും. ഇനി നമുക്കൊരു ആക്സ് വേണം. പിന്നെന്താ ഇത്രയും ഭാഗ്യതേ തുറന്നപ്പോൾ തന്നെ ആക്സ് ഷാർപ്നെസ് 2 എഫിഷ്യൻസി 2. അവിടെ 29 എമറാൾഡെന്നൊക്കെ പറയുമ്പം എൻ്റെ കിടപ്പില്ല. എൻ്റെ 7 ഉള്ളു. അയൺ ആക്സ് വെച്ച് കാര്യം നടത്താം. ഞാൻ എന്തായാലും ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ളത് വാങ്ങുന്നില്ല. ഇതിപ്പോൾ ഞാൻ ഈ പിക്കാസ് വാങ്ങിയാൽ പെട്ടെന്ന് പണി നടത്താനാണ്. എഫിഷ്യൻസി 2 അൺബ്രേക്കിംഗ് നല്ലതാണ്. കൂടാതെ ഫോർച്യൂണുണ്ട്. അപ്പോൾ ഒരുപാട് നല്ലത്. ബിൽഡ് ചെയ്യണം. ഇങ്ങനത്തെ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഇത് നെയ്ബറിനാന്ന് നമ്മുടെ ഇതേപോലത്തെ ബിൽഡ് പറ്റുമല്ലോ. ഇത് കൊള്ളാത്ത ഉച്ചാളി ബിൽഡ്. ഇത് നല്ല ബിൽഡ് വേണം. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ വരുന്നില്ല എങ്ങനത്തെ ബിൽഡ് ചെയ്യണമെന്ന്. 2000 years later. കുറേ നാളുകൾക്ക് ശേഷമാണ് കഴിച്ച് നമ്മൾ വൈബ്രം ഷീൽസുമായിട്ട് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്ന് വൈബ്രം ഷീൽസ് ഇട്ട് നമുക്ക് ഫുൾ കളിക്കാം. എനിക്ക് കാണണം വൈബ്രം ഷീൽസ് ഇട്ട് കളിക്കുമ്പോൾ മൈൻക്രാഫ്റ്റ് എങ്ങനെ ഉണ്ടാവുമെന്ന്. സ്കൈന്ന് കുഴപ്പമില്ല, ലൈറ്റിങ്ങും ഓവറല്ല. വൈബ്രം ഷീൽസ് ഇപ്പോൾ മാറ്റമുണ്ട് കേട്ടോ. ഓവറായിട്ട് ഇരുട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നു. ഷേഡർ ഇങ്ങനെയാണോ? കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. എങ്ങനെയാ അത് തിളക്കുന്നുണ്ട് കേട്ടാ. ഇത് മാറട്ടാ. കൊള്ളാം. സൂപ്പർ ബിൽഡ് ചെയ്യാൻ പോവാന്ന്. എനിക്കൊരു ബിൽഡ് കിട്ടി. അതൊരു കേവ് ലുക്ക് വരും.
ഒരു വട്ടത്തിലാണ് അത് ഉണ്ടാക്കുന്നത്. സ്റ്റക്കായി, വീണ്ടും സ്റ്റക്കാണ് വിഷയം. ഇപ്പോൾ കുറച്ച് ഡെഡ് ബ്ലോക്ക്, ഒരു ഷവര്, കുറച്ച് ബ്ലോക്ക് കൊടുത്തുകൊണ്ട് വരാം, കുറച്ച് സ്ലാബ്. അയ്യോ എൻ്റെ പൊന്നു, എന്ത് പരിപാടിയാടാ ഇത്. ഞാൻ കുറേ നേരം ഇത് കഷ്ടപ്പെട്ടിട്ട് ഒരു മണിക്കൂറോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇതെല്ലാം കംപ്ലീറ്റ് ആയത്. ഞാൻ വിചാരിച്ചു 30 മിനിറ്റ് കൊണ്ടെല്ലാം തീരെ വന്ന്. ഓക്കെ, ഇനിയും കുറച്ച് പരിപാടിയുണ്ട്. ഇനിയൊരു വില്ലേജറിനെ കൊണ്ടുവരണം. അങ്ങനെ ഫസ്റ്റ് മറ്റേ ബുക്ക് ട്രേഡർ ആക്കണം. എന്നിട്ടൊരു ബുക്ക് ട്രേഡ് ചെയ്യണം എന്നല്ല, നോക്കണം എങ്ങനെയൊക്കെയാണ്. ഓക്കെ, ഫസ്റ്റ് പോയി നമുക്ക് ആ വില്ലേജറിനെ കൊണ്ടുവരാം. അതിന് മുമ്പ് ഒരു ട്രാപ്പ് ഡോർ ഉണ്ടാക്കാം. ആ ബോട്ട് പ്ലേസ് ആവുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ശകുനം ബോട്ട് പ്ലേസ് ആവൂല. ഇനി സെക്കൻഡ് ശകുനം ഇവൻ ആവൂല. കേറിയ മൈൻ കാർഡ്, എൻ്റെ മൈൻ കാർഡ് വാ. ഇതിലെ വഴി അങ്ങനെ വാ, വരൂ. ഇനി നീ ഇതിൻ്റെ അകത്തോട്ട് വാ. ഒരു ചിന്ന പ്രശ്നമുണ്ട് ഇവിടെ. എങ്ങനെ ഞാൻ കേട്ടുപോണ റെയിലും ഇല്ല. ഇവൻ ഇതിലെ വഴി ഉറപ്പാ. അപ്പോൾ അതിലേക്ക് ഇതിൻ്റെ മാർഗം ചെയ്യണം. മാർഗം ഇനി വില്ലേജ് തന്നെ ഞങ്ങളൊക്കെ എനിക്ക് പോയി പോരത്തില്ല. പിന്നെ അവർ ചാടിയാലും അത് പോയാ. ഓക്കെ ആ മണ്ണേ ബാ, നീ പോവാൻ പറ്റാത്ത രീതിയിൽ ഞാൻ തന്നെ ആക്കി വെക്കാം. ഇവിടെ ഒരു വട്ടം വന്ന് പെട്ടാൽ ജീവിതകാലം മുഴുവൻ ഇവിടെ ഇരിക്കണം. ഞാൻ ഈ ഇടയ്ക്ക് വില്ലൻ്റെ സ്വഭാവം എടുക്കാൻ തുടങ്ങി. MC വില്ലൻ ചേരുന്നുണ്ട്. ഇതിനു പറയാൻ പറ്റൂല, ഇവന്മാർക്ക് ഭയങ്കര ചാട്ടമൊക്കെ ഉള്ള. മര്യാദക്ക അങ്ങോട്ട് പൊക്കോണം. ഓക്കെ, ഇവൻ ഇതും കൊടുത്ത് ഇനി ഇവൻ ഇതുമായിട്ട് ലിങ്ക് ആവണം. ലിങ്കായി. എടാ നോക്കാൻ പറ്റത്തില്ലല്ലേ ട്രേഡ്. ഇനി ഞാൻ AFK ഇരുന്ന്, AFK അല്ല, ഇതേപോലെ എല്ലാ വില്ലേജറിനെയും കൊണ്ടുവന്ന് ഇതേപോലെ നല്ല ബുക്കൊക്കെ എടുത്തൊക്കെ എനിക്ക് ആവശ്യമുള്ള ബുക്കൊക്കെ എഴുതി വെക്കണം. എന്നിട്ട് അതൊക്കെ എടുക്കണം. അപ്പം നിങ്ങൾ പോയിട്ട് നാളെ വാ. ബൈ. നാളെ വീഡിയോ വരുമോ എന്ന് ആർക്കറിയാം.